നിലമ്പൂരിലെ ഫലമറിയാൻ ഇനി അധികം കാത്തിരിക്കേണ്ട. ആദ്യ ഫല സൂചനകൾ പുറത്തുവരും മുമ്പ് പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ട ചില കണക്കുകളിലേക്കാണ്. വഴിക്കടവ് പഞ്ചായത്ത് വെച്ചാണ് വോട്ടെണ്ണൽ തുടങ്ങുക. വഴിക്കടവ് പഞ്ചായത്തിലെ വോട്ടുകളാണ് ആദ്യം എണ്ണുക. അവിടെ നിന്നുള്ള ഫലം വരുമ്പോൾ തന്നെ ഏകദേശം ട്രെൻഡ് മനസ്സിലാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. 73.2% വഴിക്കടവിലെ ഇത്തവണത്തെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. ഇനി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ അവിടെ LDF-നായിരുന്നു 35 അവിടുത്തെ ലീഡ്. 35 എന്ന ലീഡ് കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് വളരെ ശക്തമായ മത്സരം നടന്ന ഒരു മണ്ഡലമാണ്. LDF-ന് ലീഡ് ഉണ്ടെങ്കിലും പ്രതീക്ഷയുണ്ടെങ്കിലും 35 എന്നുള്ളത് ഏത് വശത്തേക്ക് വേണമെങ്കിലും മാറാം എന്നുള്ളതാണ്. മാത്രമല്ല അൻവർ എന്ന ഫാക്ടർ അവിടെ നിൽക്കുമ്പോൾ ഈ 35 വോട്ട് ലീഡ് എന്ന് പറയുന്നത് എങ്ങനെ വിഭജിക്കും നിർണായകമാണ്. UDF-ന് ലീഡുള്ള 3 പഞ്ചായത്തുകളിൽ, നിലമ്പൂരിലെ 3 പഞ്ചായത്തുകളിൽ ഒന്നാണ് മൂത്തേടം. ഇത്തവണത്തെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് 74.9%. 74.9% എന്ന് പറയുന്നത് സാമാന്യം ഭേദപ്പെട്ട പോളിംഗ് ശതമാനം തന്നെയാണ്. UDF-ന് പ്രതീക്ഷയുണ്ട്. 2021 ഫലം നോക്കിയാൽ UDF-ന് ലീഡ്, കൃത്യമായ ലീഡ് തന്നെയുണ്ട്. 1803 എന്നുള്ള ഒരു സംഖ്യ തീർച്ചയായും UDF-ന് നല്ല ലീഡ് തന്നെയായിരുന്നു. എടക്കര എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ മൂത്തേടം പോലെ തന്നെ UDF-ന് വലിയ പ്രതീക്ഷയുള്ള ഒരു പഞ്ചായത്താണ്. UDF കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ ലീഡ് നേടിയ ഒരു പഞ്ചായത്ത് കൂടിയാണ്. ഇത്തവണത്തെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് 75.3%. തീർച്ചയായും UDF-ന് പ്രതീക്ഷ നൽകുന്ന ഒരു പോളിംഗ് ശതമാനം തന്നെയാണ് എടക്കരയിലേതും. പോത്തുകൽ എന്ന് പറയുന്നത് നമുക്കറിയാം സ്വരാജിന്റെ സ്വന്തം പഞ്ചായത്താണ്. സ്വരാജിന്റെ പഞ്ചായത്ത് ആയതുകൊണ്ട് തന്നെ LDF-ന് നല്ല പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ തവണ LDF ലീഡ് നേടിയിട്ടുണ്ട്. 300 വോട്ടിൻ്റെതാണെങ്കിൽ പോലും അവിടെ ലീഡ് ഉണ്ടായിരുന്നു. ഇത്തവണ 76.6% പോളിംഗ് ഉണ്ട്. തീർച്ചയായും അത് LDF-ന് പ്രതീക്ഷ നൽകുന്ന ഒരു പോളിംഗ് ശതമാനം തന്നെയാണ് പോത്തുകൽ എന്ന് പറയുന്നത്. ചുങ്കത്തറ ഇതുപോലെ തന്നെ UDF-ൽ വലിയ മത്സരം, കഴിഞ്ഞ തവണ UDF ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയ ഒരു പഞ്ചായത്താണ്. UDF-ന് ലീഡുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയുള്ള ഒരു പഞ്ചായത്താണ്. എന്നാൽ ഏതു വശത്തേക്കും എങ്ങനെ വേണമെങ്കിലും മാറി മറിയാൻ സാധ്യതയുള്ള ഒരു പഞ്ചായത്താണ്. 75.3% ചുങ്കത്തറയിലെ ഇത്തവണത്തെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. അടുത്തത് നിലമ്പൂർ നഗരസഭയാണ്. ഇത്തവണ 76.5% പോളിംഗും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഈ പറഞ്ഞതുപോലെ ഒരു നിർണായകമായ മാറ്റം എങ്ങോട്ട് വേണമെങ്കിലും മാറാം. കരുളായി പഞ്ചായത്തും ഈ പറഞ്ഞതുപോലെ LDF-ന് പ്രതീക്ഷയുള്ള ഒരു പഞ്ചായത്താണ്. LDF 1446 എന്ന് പറയുന്ന സംഖ്യ അത്ര ചെറുതല്ല. നല്ലൊരു ലീഡ് നേടിക്കൊണ്ട് മുന്നോട്ട് പോയ ഒരു പഞ്ചായത്താണ്. അവിടെ നല്ല രീതിയിൽ പോളിംഗ് നടന്നിട്ടുമുണ്ട്. 76.7%. അമരമ്പലം എന്ന് പറയുന്നത് LDF-ന്റെ, അതായത് CPM-ന് ശക്തി കേന്ദ്രം എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു പഞ്ചായത്താണ്. അവിടെ നല്ല രീതിയിലുള്ള പോളിംഗ് നടന്നിട്ടുണ്ട്. 1482 എന്നതായിരുന്നു കഴിഞ്ഞ തവണത്തെ ലീഡ്. അമരമ്പലത്തെ ഒരു ഫല സൂചനകൾ പുറത്തു വരുമ്പോൾ തന്നെ ഏകദേശം LDF-ന്റെ ഗതി എങ്ങനെയാണ്, ഏത് രീതിയിലൊക്കെ ആയിരിക്കും, എന്തായിരിക്കും ആ ട്രെൻഡ് എന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്.